ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തെ ആദ്യമായി അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യം പ്രധാനമന്ത്രി വിശദീകരിക്കും. ഇതിനിടെ നിർണായകമായ ഇന്ത്യ പാക് സൈനികതല ചർച്ച അല്പസമയം മുൻപ് പൂർത്തിയായി. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ആദ്യം ബി ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, നിർണായകമായ സൈനികതല ചർച്ചയാണ് ഇപ്പോൾ പൂർത്തിയായത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ ചർച്ചയായിട്ടുണ്ട്, ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിലവിൽ അറിയാൻ സാധിക്കുന്നുണ്ട്? പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി നടത്തിയ ഈ ചർച്ചയിൽ നിർണായകമായ തീരുമാനങ്ങൾ എന്തെങ്കിലും കൈക്കൊണ്ടിട്ടുണ്ടോ? പ്രവിധ വിശദാംശങ്ങൾ അറിവായിട്ടില്ല. ഹ്രസ്വമായിരുന്നു ഈ ഹോട്ട്ലൈൻ സംഭാഷണമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായിയും പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് മേജർ ജനറൽ കാഷിഖ് അബ്ദുള്ളയുമാണ് ചർച്ച നടത്തിയത്. നേരത്തെ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ചർച്ച നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തണം എന്ന നിലയിൽ, പ്രത്യേകിച്ച് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വെച്ചതായാണ് അറിയുന്നത്. ഇത്തരം കാര്യങ്ങൾ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നയപരമായ തീരുമാനമാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ കൂടി അഭിപ്രായം ഇക്കാര്യത്തിലൊക്കെ നിർണായകമാണ്. അങ്ങനെയാണ് വൈകിട്ട് 5 മണിയിലേക്ക് ചർച്ച മാറ്റിയത്. നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഈ വിഷയങ്ങളൊന്നും സൈനിക കാര്യങ്ങളല്ലാതെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള ചർച്ചയല്ലാതെ മറ്റൊരു ചർച്ചയും ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിലില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇന്ത്യയുടെ ഭാഗത്ത് അത്തരമൊരു ആവശ്യം ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ പരിഗണനയിലില്ല എന്ന കാര്യം നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നതുമാണ്. അതുകൊണ്ടുകൂടിയാകാം അതിർത്തിയിലെ ഈ സൈനിക വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഈ ഹ്രസ്വ ചർച്ച അവസാനിപ്പിച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം, അതോടൊപ്പം ഈ വെടിനിർത്തലിനു ശേഷം അതിർത്തിക്കപ്പുറം നിന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ പരാമർശിക്കും എന്നാണ് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ അത്തരം വിഷയങ്ങളൊക്കെ ഈ ഹോട്ട്ലൈൻ ചർച്ചയിൽ വന്നിട്ടുണ്ടോ എന്ന കാര്യം, കാരണം 2 രാജ്യങ്ങളിലെയും DGMOമാർ മാത്രമാണ് ഹോട്ട്ലൈനിലൂടെ സംസാരിച്ചത്. അതിൽ ഈ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിശദമായ ചർച്ച ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പ്രവിധ, ശരി, ആ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ വീണ്ടും കൂടുതൽ വാർത്തകളുമായി ബി ദിലീപ് കുമാർ പ്രേക്ഷകർക്കൊപ്പം ചേരും. ഇനി ആർ അച്യുതനിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ നിന്നാണ് ആർ അച്യുതൻ ചേരുന്നത്. അച്യുതൻ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 8 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. പ്രത്യേകിച്ച് പ്രതിപക്ഷം ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ? പ്രവിധ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിന് തിരിച്ചടിയായി രാജ്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തീവ്രവാദികൾക്ക് മറുപടി നൽകി. അതിനുശേഷം പാകിസ്ഥാൻ അതിർത്തിയിലടക്കം പ്രകോപനങ്ങൾ നടത്തുകയും ഒടുവിൽ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തി. ഈ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി കേന്ദ്രീകരിച്ചായിരുന്നു സുപ്രധാനമായിട്ടുള്ള പല കൂടിക്കാഴ്ചകളും നടന്നത്. ഈ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, 3 സേനാ മേധാവിമാർ, സംയുക്ത സൈനിക മേധാവി എന്നിങ്ങനെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലായിരുന്നു ഈ ചർച്ചകളും കൂടിക്കാഴ്ചകളും സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊണ്ടത് എന്നത് നമുക്ക് വ്യക്തമാണ്. ഇന്നും ഇത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്നിരുന്നു. എന്തായാലും അതിനെല്ലാം ശേഷം ആ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകൾ നടന്ന എല്ലാ വികാസങ്ങൾക്കും ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. സ്വാഭാവികമായും ഭീകരവാദത്തിനെതിരെ രാജ്യത്തിൻ്റെ നയം എന്താണെന്ന് വ്യക്തമാക്കുന്നതായിരിക്കും ഈ അഭിസംബോധന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി സേനകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയതായുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അതിൽ പറയുന്നത് പാകിസ്ഥാൻ ഒരു വെടി ഇന്ത്യക്ക് നേരെ ഉയർത്തുകയാണെങ്കിൽ, ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ 1 ഷെല്ല് എന്ന തരത്തിൽ മറുപടി നൽകാൻ സേനകൾക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതായാണ് വിവരങ്ങൾ പുറത്തു വന്നത്. നമ്മുടെ മണ്ണിൽ തന്നതിനെ അവരുടെ മണ്ണിൽ തിരിച്ചു നൽകി എന്നും പ്രധാനമന്ത്രി സേനകളോട് പറയുകയുണ്ടായി. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം, ഇതിനു മുൻപുണ്ടായ രാജ്യത്തുണ്ടായ ഭീകരാക്രമണം, അതിനെല്ലാം മറുപടിയായി POKയിലും പാകിസ്ഥാനകത്തും ഉള്ള ഭീകരവാദ കേന്ദ്രങ്ങളും അതിന് ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളും തകർക്കാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കഴിഞ്ഞു എന്നാണ് മോദി പറയുന്നത്. അതിന് കൃത്യമായ തിരിച്ചടി ഭീകരവാദത്തിനെതിരെ രാജ്യം സ്വീകരിക്കും. ഇനി അങ്ങോട്ടുള്ള നയവും അതുതന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ല.
ഈ ഭീകരവാദം സംബന്ധിച്ചുള്ള ഭാവിയിൽ ഉണ്ടാകുന്ന ഭീകരതയും രാജ്യത്തിനെതിരായ യുദ്ധമായി തന്നെ കാണും എന്ന നിലപാട് കൂടി സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ഒരു അഭിസംബോധനയാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ രാജ്യം സ്വീകരിക്കുന്ന നിലപാട് അത് ഈ അഭിസംബോധനയിൽ ഉണ്ടാകും. സ്വാഭാവികമായും സിന്ധു നദീ ജലക്കരാർ ഉൾപ്പെടെ മരവിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. അതിൽ ഇന്ന് അറിയിച്ചിരിക്കുന്നത് ഈ ഭീകരവാദം പാകിസ്ഥാൻ നിർത്തുന്നത് വരെ ആ ഉടമ്പടി അത് മരവിപ്പിക്കുക തന്നെ ചെയ്യും എന്ന നിലപാട് കൂടി സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം വ്യക്തത ഈ ഒരു അഭിസംബോധനയിൽ കാണും. ഒപ്പം തന്നെ പ്രതിപക്ഷം പലതരത്തിലുള്ള ഒരു ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നും അതിൽ ഈ പെഹൽഗാം ഒപ്പം വെടിനിർത്തൽ ധാരണ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച വേണം എന്നൊരു ആവശ്യം പ്രതിപക്ഷം സ്വാഭാവികമായി ഉയർത്തുന്നു. ഒപ്പം മൂന്നാം കക്ഷിയെ ഉൾപ്പെടുത്തിയോ എന്നൊരു ചോദ്യം, ഒരു സംശയവും കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളിൽ വെടിനിർത്തൽ ധാരണയിലടക്കം എന്താണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ പാകിസ്ഥാനെതിരെയും പാകിസ്ഥാനിലെ പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരവാദത്തിനെതിരെയും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് എന്നതായിരിക്കും പ്രധാനമന്ത്രി ഇന്ന് 8 മണിക്ക് നടത്തുന്ന അഭിസംബോധനയിൽ വിശദീകരിക്കുക. പ്രവിത. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി ഇന്ന് രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. പാകിസ്ഥാന്റെ തുർക്കി നിർമ്മിത ഡ്രോൺ മുതൽ ചൈനീസ് നിർമ്മിത മിസൈലുകൾ വരെ നിലംപരിശാക്കിയെന്ന് സൈന്യം. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി പാകിസ്ഥാന് മനസ്സിലായി. കറാച്ചി വ്യോമത്താവളത്തിലടക്കം ഇന്ത്യ ആക്രമണം നടത്തിയതായി 3 സേനകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അതിശക്തം. പാകിസ്ഥാന്റെ തുർക്കി നിർമ്മിത സോങ്കാർ ഡ്രോണുകൾ മുതൽ ചൈനയുടെ PL-15 മിസൈലുകൾ വരെ തകർത്തു. പാക് ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു. Is a probable enemy PL-15 missile which is of Chinese origin. This missile has missed its target and you can see the pieces now which are available with us. കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെ ആക്രമിച്ചു. എന്നാൽ പാക് ആണവ കേന്ദ്രം തകർത്തെന്ന പ്രചാരണങ്ങൾ സൈന്യം തള്ളി. That Kirana Hill houses some nuclear installation. We did not know about it. Okay. And we've not hit Kirana Hills, whatever is there. ഇന്ത്യയുടെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണെന്ന സൈന്യം പാക് സൈന്യത്തോടോ ജനതയോടോ അല്ല. എന്നാൽ ഭീകരവാദികൾക്ക് വേണ്ടി പാക് സേന ഇറങ്ങി. ഇനിയും ദൗത്യത്തിന് തയ്യാറെന്നും സേന. That in every single domain that Operation Sindhur has been prosecuted, there has been absolute synergy between the 3 services. Not only have we, in this endeavor, been fully supported by our government, departments and agencies, I cannot here not mention our 140 crore countrymen. ഓപ്പറേഷൻ സിന്ദൂറിൽ സേനകളുടെ ഏകോപനം ശക്തമായിരുന്നു. ഭാവിയിലെ ഏത് ആക്രമണവും നേരിടാൻ സേന സജ്ജമാണെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ DGമാർ അറിയിച്ചു. 24 ഡൽഹി. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള 2ാം ദിനവും ജമ്മു കാശ്മീർ അതിർത്തികൾ ശാന്തം. ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. സംഘർഷത്തെ തുടർന്ന് അടച്ച 32 വിമാനത്താവളങ്ങൾ ഉടൻ പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങും. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 2ാം നാൾ ജമ്മുകശ്മീർ പൂർണ്ണമായും ശാന്തമാണ്. അതിർത്തികളിൽ യാതൊരു തരത്തിലുള്ള പ്രകോപനവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആശങ്കകൾ ഒഴിഞ്ഞ് ജനജീവിതം സാധാരണ നിലയിലേക്ക് നീങ്ങുകയാണ്. नॉर्मल हो चुका है. लगता है तो अभी पता नहीं है, जो बातचीत होगी उसके बाद पता चलेगा शाम तक क्या होगा. लेकिन ऐसा लगा कि नॉर्मल होना चाहिए क्योंकि हालात तो ठीक होना चाहिए. സംഘർഷ സാഹചര്യത്തിൽ അടച്ച 32 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ഉടൻ പൂർണ്ണതോതിൽ സജ്ജമാകും. വിമാനത്താവളങ്ങൾ അടയ്ക്കാൻ നൽകിയ നോട്ടീസ് പിൻവലിച്ചു. സംഘർഷത്തിനിടെ ശനിയാഴ്ച ആർഎസ്പുര അതിർത്തിയിൽ വെച്ച് വെടിയേറ്റ് ചികിത്സയിലായിരുന്ന BSF ജവാൻ വീരമൃത്യു വരിച്ചു. മണിപ്പൂർ സ്വദേശിയായ BSF കോൺസ്റ്റബിൾ ദീപക് ചിങ്കഖമാണ് വീരമൃത്യു വരിച്ചത്. ആശങ്കയോടെ ഒഴിഞ്ഞുപോയ കുടുംബങ്ങൾ അതിർത്തി മേഖലയിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കനത്ത ജാഗ്രത തുടരുകയാണ് സുരക്ഷാ സേന. ഉറിയിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. വെടിനിർത്തൽ ധാരണയിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നതിനിടെ ധാരണയിലെത്തിയതിന് 2 രാഷ്ട്രങ്ങളെയും അഭിനന്ദിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. അമേരിക്കയ്ക്ക് പങ്കില്ല എങ്കിൽ എങ്ങനെയാണ് വെടിനിർത്തൽ തീരുമാനമായെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തിയത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു.
പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ അനുനയ ചർച്ചകൾക്കും മറ്റുമായി ആരും ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാടാണ് രാജ്യം സ്വീകരിച്ചിരുന്നത്. ഭീകരർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്ന സന്ദേശവും ചർച്ചകൾക്ക് ശ്രമിച്ച എല്ലാ രാജ്യങ്ങൾക്കും നൽകിയിരുന്നു. എന്നാൽ വെടിനിർത്തൽ തീരുമാനം കേന്ദ്രം ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുന്നേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതാണ് സംശയങ്ങൾക്ക് ഇടയാക്കിയത്. കശ്മീർ പ്രശ്നപരിഹാരത്തിന് മൂന്നാം കക്ഷി ഇടപെട്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. സിംല കരാർ ലംഘിക്കപ്പെട്ടു എന്നുള്ള ചോദ്യം ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. കശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തർക്കമുണ്ടായാൽ അവിടെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ള സിംല കരാർ ലംഘിച്ചോ? ഡൊണാൾഡ് ട്രംപ് എല്ലാ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. സർക്കാരിന്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. നമ്മുടെ വിദേശ നയത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ആവശ്യമുണ്ട്. അതിന് അടിയന്തരമായിട്ടും ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു കൂട്ടണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷയത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര നിലപാടിനെ തള്ളുന്നതാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. സമാധാനപാത തെരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമന്ത്രിമാരായ നരേന്ദ്രമോദിയെയും ഷഹബാസ് ഷെരീഫിനെയും അഭിനന്ദിക്കുന്നുവെന്നും പൂർണ്ണ വെടിനിർത്തൽ നിലനിർത്താനും നേരിട്ടുള്ള ആശയവിനിമയത്തിൽ ഏർപ്പെടാനും പ്രസിഡന്റ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുന്നത് തുടരുമെന്നും അമേരിക്ക പ്രസ്താവനയിലൂടെ അറിയിച്ചു. 24 ഡൽഹി. അതിർത്തിയിൽ വെടിയൊച്ച നിലച്ചുമെങ്കിലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ബുദ്ധിമുട്ടുന്ന നിരവധി പേരുണ്ട്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടുകൾക്ക് മുന്നിൽ പ്രതീക്ഷയേറ്റു നിൽക്കുന്നവരെയാണ് 24 സംഘം കണ്ടത്. ശനിയാഴ്ച പുലർച്ചെ പാക് ഡ്രോൺ ജമ്മുവിൽ വീടുകൾക്ക് മുകളിൽ പതിക്കുന്ന ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. ജമ്മു നഗരത്തിൽ നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ ദൂരമുണ്ട് അഖ്നൂർ അതിർത്തിയിലേക്ക്. കോട്ട് മെഹ്റ എന്ന അതിർത്തി ഗ്രാമത്തിൽ തകർന്ന വീടുകൾ കാണാം. ബാരിറാം എന്ന കർഷകന്റെ വീടാണിത്. സൈറൻ മുഴങ്ങിയപ്പോൾ ജീവനും കൊണ്ട് മക്കളെയും കൂട്ടി ഓടിയതാണ്. വരുമാനമായിരുന്ന 3 എരുമകൾ ഉണ്ടായിരുന്നു. കെട്ടഴിച്ചുവിടാൻ സമയം കിട്ടിയില്ല. 3 എരുമകളും ചത്തു. ഒരു പോത്തുകുട്ടിയും ഉണ്ടായിരുന്നു. वो मर गई. इधर अभी मैं रहता था और मेरे बच्चे उधर आगे रहते थे. मैं इधर अकेला था. 2 ഷെല്ലുകളാണ് പതിച്ചത്. ഒന്ന് വീട് പൂർണ്ണമായി തകർത്തു. രണ്ടാമത്തേത് മുറ്റത്തൊരു ഗർത്തമുണ്ടാക്കിയിട്ടുണ്ട്. സമീപ വീടുകളുടെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെ തന്നെ. रात को हम यहाँ सो रहे थे, बच्चे तो आगे निकल गए थे, हम सो रहे थे मर्द लोग. जैसे ऊपर का फायर जो खेत में गिरा है, एक पीछे मेरे अंकल का घर है, वो डैमेज हो गया पूरा तहस नहस, और मेरा भी पूरा डैमेज हो गया. ഭാരിറാമിന്റെ വീടിന് ചുറ്റും കൃഷിപ്പാടങ്ങളാണ്. പാടത്ത് അങ്ങിങ്ങായി ഇതുപോലെ പുതിയ കുറെ കുളങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. മിസൈലുകളും ഷെല്ലുകളും പതിച്ചാണ് ഈ കുളങ്ങൾ രൂപപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ ജമ്മുവിലെ ജനവാസ കേന്ദ്രത്തിൽ ഡ്രോൺ വീഴുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. റിഹാഡി കോളനിയിലാണ് പതിച്ചത്. 2 പേർ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ആ വഴി പോകുന്നതും കാണാം. सायरन सुन के हम लोग रूम में आ गए. बस सर 2-3 मिनट के बाद हम लेट गए. रूम में आके 2-3 मिनट लगे होंगे कि इतने ज़ोर का धमाका था, इतने ज़ोर का, वी कांट इमेजिन. हमारे सेंसेशन पूरे लॉस्ट हो चुके थे. हमें कुछ समझ नहीं आ रहा था और हमारे घर में सिर्फ धुआं था क्योंकि शीशे पूरे हवा में उड़ रहे थे. തകർന്ന വീടിന് മുന്നിൽ പ്രതീക്ഷയേറ്റ് നിൽക്കുന്ന ബാരിറാമിനെ പോലെ കുറേ മനുഷ്യരെ നമുക്ക് ഈ അതിർത്തി മേഖലയിലൊക്കെ തന്നെ കാണാം. ജമ്മു കാശ്മീർ സാധാരണ നിലയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ പോലും പെട്ടെന്നൊരു ദിവസം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയാതെ പോകുന്ന ഇത്തരം മനുഷ്യരെയും നമ്മൾ ചേർത്ത് പിടിക്കണം. അഖ്നൂരിലെ അതിർത്തി മേഖലയിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഓപ്പറേഷൻ സിന്ദൂരിൽ വധിച്ച ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് സൈനികരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ട് ഇന്ത്യ. പാകിസ്ഥാൻ സൈനികരുടെയും പഞ്ചാബ് പ്രവിശ്യയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേരുവിവരങ്ങളാണ് പുറത്തുവിട്ടത്. ചടങ്ങിൽ പങ്കെടുത്തത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴാണ് ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പാക് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാക് സൈന്യം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു. ലാഹോറിലെ 4th കോപ്സിന്റെ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ ഷാ
ലാഹോറിലെ 11 ഇൻഫൻട്രി ഡിവിഷനിലെ മേജർ ജനറൽ റാവു ഇമ്രാൻ സർദാജ്, ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഹാൻ ഷബീർ, പാക് പഞ്ചാബ് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഡോക്ടർ ഉസ്മാൻ അൻവർ, പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി അംഗം മാലിക് സൊഹൈബ് അഹമ്മദ് ഫെർദ് എന്നിവരാണ് ഇന്ത്യ പുറത്തുവിട്ട ചിത്രത്തിലുള്ളത്. പാകിസ്ഥാന് ഭീകരരുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ് ചിത്രം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിനെ ഇന്ത്യ സമീപിക്കുമ്പോൾ ഈ കാര്യങ്ങൾ തെളിവോടെ നൽകും. പാകിസ്ഥാൻ ഭീകരതയുമായി സഹകരിക്കുന്നതിന്റെ കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ, 24 ഡൽഹി. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ നയിക്കാൻ പുതുനിര. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA-യും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. UDF കൺവീനറായി അടൂർ പ്രകാശ് MP-യും ഇന്ന് ചുമതലയേറ്റു. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ UDF-നെ അധികാരത്തിലെത്തിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ നേതൃത്വത്തിന്റെ ഉറപ്പ്. സണ്ണി ജോസഫ് അവറുകൾ ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുകയാണ്. ഔദ്യോഗിക ചടങ്ങിന് നമ്മളെല്ലാവരും സണ്ണി ജോസഫ് അവറുകൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കെ സുധാകരന്റെ പിൻഗാമിയായി KPCC-യുടെ 38ാം അധ്യക്ഷ പദവി സണ്ണി ജോസഫ് MLA ഏറ്റെടുത്തു. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല. കോൺഗ്രസ് മൈനസ് എന്നാൽ വട്ടപൂജ്യമാണെന്ന് ഓർക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല, കോൺഗ്രസ് ആണ് എല്ലാം. മൈനസ് കോൺഗ്രസ്, നമ്മളെല്ലാം വട്ടപൂജ്യമാണെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മളെല്ലാം തെളിയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ലക്ഷ്യം 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. CPI-നെ താഴെയിറക്കുമെന്നും സണ്ണി ജോസഫ്. 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26-ൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചുകൊണ്ടുവരാൻ സാധിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകാനുള്ളതാകരുതെന്ന് ഓർമ്മിപ്പിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്. നമ്മൾക്ക് ചർച്ചകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകുവാൻ വേണ്ടിയല്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് രൂപം കൊടുക്കണം. പിന്നാലെ വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ചുമതലയേറ്റെടുത്ത് സംസാരിച്ചു. KPCC-യുടെ പുതിയ ടീം നാളെ ഡൽഹിയിൽ AICC നേതാക്കളുമായി ചർച്ച നടത്തും. 24 തിരുവനന്തപുരം. ഇനി നോക്കാം കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. തീരുവ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ച അമേരിക്കയും ചൈനയും നികുതി കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി. ഇരു രാജ്യങ്ങളും വ്യാപാര യുദ്ധം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് ജനീവയിൽ നടന്ന ചർച്ചയിൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന വീടുകളുടെ വാടക തുക അടിയന്തരമായി നൽകാനും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടിയെങ്കിലും മോഷണ സാധ്യത പരിശോധിച്ച പോലീസ്. തുടർ നടപടികൾ ഉണ്ടാവുക വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം. മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയതിന് സസ്പെൻഡ് ചെയ്ത കമാൻഡോ ഹവീൽദാർമാരെ തിരിച്ചെടുത്തതിൽ അന്വേഷണം നടത്തുന്നത് DIG തലത്തിൽ. കൊല്ലം അഞ്ചലിലും മലപ്പുറം മുണ്ടുപറമ്പിലും തെരുവുനായയുടെ ആക്രമണം. അഞ്ചൽ കരുക്കോണിൽ കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. മലപ്പുറം മുണ്ടുപറമ്പിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ പരുക്കേൽക്കാതെ യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതി നാളെ പ്രസ്താവിക്കും. ഇനി കായിക വാർത്ത. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ മുൻ നായകൻ വിരാട് കോഹ്ലി. രോഹിത് ശർമ്മ കളമൊഴിഞ്ഞതിന് ഏതാനും ദിവസങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ മറ്റൊരു അധികായനും തലമുറ മാറ്റത്തിന് വഴിയൊരുക്കി വെള്ളക്കുപ്പായം അഴിക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
സ്വർണ്ണത്തിൻ സ്നേഹത്തിൽ സ്പർശമാടാലെ അഴകൊരുങ്ങുകയാൽ മനസ്സൊരുങ്ങുകയാൽ ലോകം നിന്നിൽ ചേരുന്നു സ്വർണ്ണത്തിൻ സ്നേഹത്തിൽ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.